കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി ഉരുവിട്ട മൊഴി തമിഴ്. പുരാതന തമിഴരെക്കുറിച്ചും അവരുടെ ചരിത്രത്തെക്കുറിച്ചും ഇപ്പോഴുള്ള തലമുറയ്ക്ക് ക്ഷേത്രശില്പങ്ങളിലൂടെയും ശിലാലിഖിതങ്ങളിലൂടെയും മാത്രമേ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. ഗോഡ്സില്ല പോലെയും ഡ്രാഗൺ പോലെയുമുള്ള ഭീകര ജന്തുക്കളെക്കുറിച്ചും നിരവധി വിദേശ സിനിമകൾ ചിത്രീകരിച്ചെങ്കിലും ലോക സിനിമാ ചരിത്രത്തിൽ ഇതുവരെ ആരും പറയപ്പെടാത്ത ഒരു ജന്തു യാഴി. ഇത് ആദ്യകാല തമിഴർക്കൊപ്പം ജീവിച്ചുവെന്ന് കരുതപ്പെടുന്നു. ഗജാന നാഗമലക്കാട്ടിൽ പല നൂറ്റാണ്ടുകൾക്ക് മുൻപായി ഇതുവരെയും ആരുടെ ദൃഷ്ടിയിലും പെടാത്ത ഒരു നിധി ഇന്ന് വംശനാശം സംഭവിച്ചുവെന്ന് കരുതപ്പെട്ട ഭീകര ജന്തുവായ യാഴി ഇപ്പോഴും അത് സംരക്ഷിച്ചു വരുന്നു എന്നത് വിശ്വസിക്കാനാവാത്ത സത്യം. അവനെ വെറുതെ വിടാൻ പാടില്ല. നിന്നോട് പറഞ്ഞു നിൽക്കാൻ. നമുക്ക് അങ്ങോട്ട് പോവാം. എവിടെ പോയി? അവനെ കാണുന്നില്ലല്ലോ. വാങ്ങിയ കാശ് തിരിച്ചു തരാൻ പറ്റില്ലേ? നിനക്കെന്താ പെണ്ണുപിള്ള? ഇവിടെ തന്നെ ഉണ്ടാവും. അകത്ത് പോയി ചാവാൻ നോക്കണ്ട. പിടിക്കവന് വിടല്ലേ. എന്നാ പിന്നെ അവനെ വിട്ടേക്കാൻ പറയണോ? മുതലാളിയോട് ഞാൻ എന്നാ സമാധാനം പറയും? നീ അങ്ങോട്ട് നടക്കടാ. അവന്റെ കാര്യം ഇനി കാട് നോക്കിക്കോളൂ. അല്ല പിന്നെ മാമ, നല്ല ഉറക്കമാണോ? ചോദിച്ചേട്ടില്ലേ? എഴുന്നേക്ക് മോളെ. മാമ, മാമ, അങ്ങമ്മ, 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 മോളെ, അങ്ങമ്മ, അങ്ങമ്മ. അയ്യോ, എവിടെ പോയെന്നറിയില്ലല്ലോ. അങ്ങമ്മ, 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 അങ്ങമ്മ.
ഇനി ഇവിടെ ഇരിക്കണ്ട. ഇവിടെ എന്തോ ഒന്നുണ്ട്. എഴുന്നേക്ക, വാ പോവാം. വാ, എഴുന്നേക്ക. നാഗമലയ്ക്ക് വന്നെന്നാ വിചാരിക്കുന്നേ. അങ്ങമ്മ അവിടെ. എന്താ മാമ, എന്തിനാ അവിടെ പോയി നിൽക്കുന്നേ? അയ്യോ, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് എവിടാ പോണ്ടേന്ന് മനസ്സിലായി. നാഗമല. അവിടെ പോയാ പരിഹാരം കിട്ടും. ബാപ്പോ, നാഗമല എന്ന് പറഞ്ഞ ആ നിധി എടുക്കുന്ന കഥ പറയാറില്ലേ, ആ മലയാണോ? ഇത് കഥയല്ലങ്ങമ്മ, ഉള്ള കാര്യോ. എൻ്റെ അപ്പൂപ്പൻ നവാബിൻ്റെ അടുത്ത് ജോലി ചെയ്തിരുന്നു. നവാബും വെള്ളക്കാരും കൂടി ഒരു നിധി എടുക്കാൻ വേണ്ടി ഒരുപാട് നാൾ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അപ്പൂപ്പൻ ആ നിധി ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കി. അത് എവിടെയുള്ളത് മാമ? നാഗമലയിലെ മോളെ, കാടിന് നടുവിലായി ഒരു കൂറ്റം മരം. അവിടെ പോയവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ലെന്ന് കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടിലാണേലും നാണം കെട്ടി ചാവണം. എന്നാ പിന്നെ നിധി കിട്ടുന്നിടത്ത് തന്നെ പൊക്കോട്ടെ. അതെ, നിധി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലേ. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ആ കൂറ്റം മരം. അങ്ങമ്മ, ഇത് തന്നെയാടി ഞാൻ പറഞ്ഞില്ലേ, ആ കൂറ്റം മരം. നേരാ ഇവിടെ തന്നെ നിധിയുള്ളത്. ഇവിടെ 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 ഇവിടെ. മാമ, എനിക്ക് പേടിയാവുന്നുണ്ട്. കാടാവുമ്പോ ആനയുടെ അലർച്ചയൊക്കെ ഉണ്ടാവും. അത് കേട്ട് നീ പേടിക്കൊന്നും വേണ്ട. മാമ, എനിക്ക് പേടിയാവുന്നുണ്ട്. അങ്ങമ്മ, ഓടിക്കോ.
മച്ചാ വൺ ടൈം ജോളിയാക്കാം വൺ ടൈമിൽ എക്സ്പയർ ആയി നിൽക്കാതെടാ വൺ ടൈം ഡു ഓർ ഡൈ ദിസ് ഗെയിം സക്സസ് ആകും ആ ഡ്രീം നീ ഫെയിലിയർ ആയാൽ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം പണം കാശെടുത്ത് വീശ് നിന്റെ പേഴ്സിലേക്ക് മാറ്റ് ജസ്റ്റ് എല്ലാമേ കൂള് നിൻ ലൈഫ് നിന്റെ കയ്യില് അത് ഇല്ലെങ്കിലോ പോക്ക എടാ ടേക്ക് ഇറ്റ് ഈസി എൻജോയ് ചെയ്തോടാ പോകാം 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 റൈറ്റ് പോകാംടാ പോകാം റൈറ്റ് ജോളി വാലി അഗ്ലി ഗാഡി പോകാം റൈറ്റ് പോകാം 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 റൈറ്റ് പോകാംടാ പോകാം റൈറ്റ് ജോളി വാലി അഗ്ലി ഗാഡി പോകാം റൈറ്റ് tell you something macha njan parayunna kada pakka ee pennu kanal jora I'll be doing something greater this journey's gonna be a thriller let's find out where's that treasure our friend is the biggest pillar so that's why I'm with her no don't get it twisted we're gonna get tasted it's a dead end homie danger zone you better know we walk alone a lot of mystery my homies we nail them all no worries so I'm gonna come back to wait for me and if I do then celebrate me പോകാം 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 വെച്ചല്ലടാ ടാർഗറ്റ് ഡെഫിനറ്റ്ലി ഡു ഇറ്റ് ഒന്നാമല കേറി വാടാ ഡയറക്റ്റ് ജനിച്ച് മരിച്ച് വിടോണ്ട് ത്രില്ലിംഗ് ലൈഫ് ഐ ലൈക്ക് ഇറ്റ് രണ്ടിലൊന്ന് നോക്കിയിടാമോ റിപ്പീറ്റ് പല സസ്പെൻസ് ഉണ്ട് ഇവിടെ നിന്റെ ഇൻവോൾവ്മെന്റ് എടുക്കാൻ ഭയന്ന് പോകാൻ പോണ സമയമായടാ ഇത് വൈൽഡ് ലൈഫ് ചേസ് എടാ ഇട്ടില്ലടാ കാശ് എന്താ വന്നാലും ഇനി ഫേസ് ചെയ്തിടാ പോകാം 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 റൈറ്റ് പോകാംടാ പോകാം റൈറ്റ് jolly wally ugly gadi pogam right പോകാം 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 റൈറ്റ് പോകാംടാ പോകാം റൈറ്റ് jolly wally ugly gadi pogam right No, don't get it twisted. We're gonna get tasted. It's a dead end homie, danger zone. You better know we walk alone. A lot of mystery, my homies. We nail them all, no worries. So I'm gonna come back to wait for me, and if I do, then celebrate me. ഓ മഞ്ചേരി കേശവൻ നമ്പ്യാര് ചേച്ചി വേഴ്സ് ദ വീട് ചേച്ചി ബിയോൺ ഓ വേറെ ലെവൽ ഇത്രയും ഗ്ലോറിയസ് ആയ ഒരു റീഡറെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനും ഇതുപോലെ ഹെൽത്തി ആയ ഒരു റൈറ്ററെ പ്രതീക്ഷിച്ചില്ല. ഏയ് മറിയ അവിടെ ഞാനിരിക്കട്ടെ. പറഞ്ഞാട്ട് റീഡർ. മിസ് ഹേമ. മിസ് റീഡർ പറഞ്ഞോളൂ,
ഇപ്പൊ എന്ത് കാര്യത്തിന് വേണ്ടി അപ്പോയിന്റ്മെന്റ് ചോദിച്ചേ? സർ, ജസ്റ്റ് സേ താങ്ക്സ് ടു യു. എന്ന് വെച്ചാ? ഇൻ അവർ കൾച്ചർ ദർ ആർ ലോഡ്സ് ഓഫ് ഡ്രോബാക്സ്. അതിൽ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് ഞാൻ കരുതുന്നത് നമ്മുടെ ഹിസ്റ്ററിയെ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യാത്തതാ. വി നെവർ കെയർ അബൌട്ട് ഹിസ്റ്ററി, റൈറ്റ്? അമേരിക്കൻ സിവിലൈസേഷനെ കുറിച്ച് അത്രയധികം റെക്കോർഡ്സ് ഉണ്ട്. എന്നാ നമുക്കോ? തഞ്ചൈ പെരിയ കോവിൽ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു. പക്ഷെ അത് പണിഞ്ഞതാരാന്ന് 19th സെഞ്ചുറി വരെ ആർക്കും അറിയില്ലായിരുന്നു. അത് നമുക്ക് പറഞ്ഞു തരാൻ ഒരു ഫോറിനർ വരേണ്ടി വന്നു. ജർമ്മൻ ആർക്കോളജിസ്റ്റ് ഈഗൻ ജൂലിയസ് തിയോഡർ ഗൂഡ്സ്. അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ രാജരാജ ചോഴൻ എന്നൊരു ചക്രവർത്തി ജീവിച്ചിരുന്നെന്ന് പോലും നമ്മൾ അറിയാതെ പോയനെ. അതുപോലെയാണ് ഇതും. നാഗദേശത്തെപ്പറ്റി, നാഗമലയെക്കുറിച്ച് തുടർച്ചയായി എഴുതിയത് സാറിന്റെ ജനറേഷനാണ്. So on behalf of the all readers, I must say thanks to you and your generation. Sir, what about your family, sir? Now, my daughter is my all family. അവളും ഇപ്പൊ ഇന്ത്യയിലില്ല. നിങ്ങളുടെ വയസ്സേ ഉള്ളൂ. ഓക്കെ, കം ബാക്ക് ടു നിങ്ങൾ എന്തിനാ താങ്ക്സ് ഒക്കെ പറയുന്നത്? എല്ലാവരുടെയും ആഗ്രഹം എൻ്റെ ബുക്സ് അടിച്ചു മാറ്റി നിധി കുഴിച്ചെടുക്കാനാണോ? വീണ്ടും ജനങ്ങൾ അവിടെ പോയി ചാകണമല്ലേ? അതിനാ? I will never agree with that. ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സത്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞു. ഇൻഡിപെൻഡൻസിന് ശേഷം ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. ബട്ട് ഞങ്ങൾക്ക് സർ, 1971 ചന്ദ്രമൗലി എന്നൊരു ആർക്കിയോളജിസ്റ്റ് കാട്ടിലേക്ക് പോയി. അദ്ദേഹവും വേറൊരാളും മാത്രമാണ് തിരിച്ചു വന്നത്. ആ യാത്രയെക്കുറിച്ച് സാറിന്റെ അച്ഛനും ഒന്നും എഴുതിയിട്ടില്ല. സോ അതിന് ഈ റെസ്ട്രിക്ഷൻ ആണോ കാരണം? ചന്ദ്രമൗലി വളരെ ടഫ് പേഴ്സൺ ആണ്. ഹി വാസ് നോട്ട് റെഡി ടു ടോക്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾ എന്നെ കാണാൻ വേണ്ടിയാണോ വന്നത്? യെസ്, ആക്ച്വലി ഈ നന്ദിവർമ്മൻ എന്നൊരാള്. സൈലൻസ് പ്ലീസ്. ഇതെന്ത് മായ? നിങ്ങൾ താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. സർ, സാർ അദ്ദേഹത്തെക്കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ടെന്ന് ഒരു ആർട്ടിക്കിളിൽ വായിച്ചു. പക്ഷേ പബ്ലിഷ് ചെയ്യാൻ ഇനി. താങ്ക്സ് ഫോർ കമ്മിങ്. നിങ്ങൾക്ക് പോവാം. സർ, റൈറ്റിംഗ് എന്ന് പറയുന്നത് സാറിന്റെ ജനറേഷന്റെ ബ്ലഡിലുള്ളതാ. പക്ഷേ സാർ എഴുതിയൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്തത് പേഴ്സണലായിട്ട് കാണിക്കാനും റെഡിയല്ല എന്ന് പറഞ്ഞ ഹേ ബിയോൺ, ഒരു പക്ഷേ ഇനി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കോ? I don't think so. What? What's your problem? അത് ജസ്റ്റ് വെറുതെ ഒരു തമാശ. That's all. മൊബൈൽ ഇവിടെ വെച്ചിട്ട് അകത്തേക്ക് വരൂ. അവിടെ ഉള്ളതൊന്നും തുടരുത്. Okay. Success. Yeah, yes. Yes. ക്ലോസ് ദ ഡോർ. നന്ദിവർമ്മൻ കോൺഷ്യസിലേക്ക് വരുമ്പോൾ പറഞ്ഞത് കേട്ടിട്ട് എഴുതിയതാണിതൊക്കെ. ഇറ്റ്സ് ഇൻകംപ്ലീറ്റ്, ഔട്ട് ഓഫ് ഫെയ്ത്ത്. കോളേജ് പഠനം പൂർത്തിയാവാതെ ജോലിക്കും പോവാതെ ചുറ്റിക്കറങ്ങി നടന്നവൻ പെട്ടെന്ന് കാട്ടിലേക്ക് പോണമെന്ന് പറഞ്ഞു. 2 വർഷമായി ചന്ദ്രമൗലി ഫോൺ ചെയ്ത് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. സർ, വർമ്മ കോൾ ചെയ്തോണ്ടിരിക്കുക. എപ്പോഴും പറയുന്നത് പോലെ ഞാൻ ബിസിയാണെന്ന് പറയൂ. ആയിക്കോട്ടെ സർ. ഹലോ, പ്രൊഫസർ മീറ്റിംഗിലാണ് വർമ്മ. സാർ, അവൻ അകത്തേക്ക് വന്നു കഴിഞ്ഞു. അകത്തേക്ക് വിടണ്ട. ഇല്ല സർ. Nice to meet you, Mr. Chandramouli.
ഈ ലോകത്തിൽ ഒറ്റയ്ക്കിരുന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഫസറാ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നവരെ പ്രൊഫസർ എന്ന് പറയാറില്ല. യു വിൽ നെവർ ചേഞ്ച് നന്ദി വർമ്മൻ. നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് ശല്യപ്പെടുത്തുന്നത്? ഐ കാൻ ഗിവ് യു വാട്ട് യു വാണ്ട്. ഞാൻ തന്നിരിക്കും. വാട്ട്? ഇതെങ്ങനെ നിനക്ക് കിട്ടി? എന്താ, നിങ്ങൾക്ക് മാത്രമേ കോണ്ടാക്ട് ഉള്ളൂ? ഇനി 3 ഭാഗങ്ങൾ കൂടി വേണം. ഈ മാപ്പിന്റെ ഒരു ഭാഗം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. എനിക്കറിയാവുന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം. എന്റെ ടീം കാടിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുക. എടാ വിവരദോഷി, ഏതെങ്കിലും കൊച്ചു കുട്ടികളെ വിട്ടാൽ അത് എടുത്തുകൊണ്ട് വരില്ലേ? ആ കാടിനെ പറ്റി നിനക്ക് എന്തറിയാവടാ? ഇന്നത്തെ നാഗമല എന്ന കാട് മുമ്പൊരു കാലത്ത് നാഗങ്ങൾ ജീവിച്ചിരുന്ന ഭൂമിയാണ്. നാഗദേശം എന്നാ പറയുന്നത്. അവിടെ 5 തരത്തിലുള്ള നാഗരത്നങ്ങൾ ഉണ്ടായിരുന്നു. ആ നാഗരത്നങ്ങൾക്ക് പഞ്ചഭൂതങ്ങളെ അടക്കുവാനുള്ള കഴിവുണ്ട്. പക്ഷേ എവിടെയുണ്ടെന്നറിയില്ല. ആ രത്നങ്ങൾ നാഗമലക്കാട്ടിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അത് ഇതെടുക്കാൻ പോയ പ്രൊഫസർ ആനക്കാട് പോലും കടക്കാതെ കാലൊടിഞ്ഞ് തിരിച്ചു വന്നു, അല്ലേ? പറഞ്ഞാ കേൾക്കാത്തവനെ. ആ 10 പേരിൽ 2 പേര് മാത്രമാണ് ജീവനോടെ തിരിച്ചു വന്നത്. അതിലൊന്ന് ഞാനാ. ആ 8 പേരിൽ ഒരാൾ എന്റെ അപ്പനാ. എന്നോട് സംസാരിക്കുന്നല്ലേ? നിങ്ങളുടെ കൂടെ ചേർന്ന് എത്ര വർഷം കൊണ്ട് റിസർച്ച് ചെയ്ത് കംബോഡിയയിലെ കാടും മലയും തേടിക്കിട്ടിയ മാപ്പാണ്. അതിലെന്റെ അച്ഛന്റെ ജീവനുണ്ട്. അതിലെനിക്കും അവകാശമുണ്ട്. എന്തോ നിങ്ങളുടെ സ്വത്ത് പോലാണല്ലോ പറയുന്നേ. അതെന്റെ സ്വത്തല്ലടാ, നെറ്റ്വർക്കിന്റെ സ്വത്താ. നീ ആരോടാ സംസാരിക്കുന്നെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അറിയാം മിസ്റ്റർ ചന്ദ്രമൗലി. ചോഴന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളെ അയച്ചു. നിങ്ങളെ കാണാതെ പോയി. നിങ്ങളെ ആർമിയെ കൊണ്ടല്ലേ കണ്ടുപിടിച്ചേ. പിന്നെ നാഗരത്നങ്ങൾ കണ്ടുപിടിക്കാൻ പോയ എല്ലാ ടീമിനെയും കൊന്നൊടുക്കിയില്ലേ? വിവരം കെട്ടവൻ. അതിന്റെ അകത്തുള്ളത് മൃഗങ്ങൾ മാത്രമല്ലടാ, അതൊരു അമാനുഷിക ഭൂമിയാ. നിന്നെപ്പോലെ ഒരു മൂർഖന് ഞാനിതെങ്ങനെയാണ് തരുന്നത്? ചില കാര്യങ്ങള് മൂർഖനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതൊക്കെ പോട്ടെ സാറേ. എന്റെ പ്രായത്തില് നിങ്ങൾക്ക് ആ നാഗരത്നങ്ങൾ എടുക്കാനുള്ള ലക്ഷ്യമായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞ നേരല്ലേ? നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാതെ ചാകണമെന്നാ പറയുന്നേ. ഈ 3 മാപ്പും കൂടെ കണക്ട് ചെയ്താ നാഗമലയുടെ എൻട്രൻസ് വരെ പോകാൻ പറ്റും. നേരല്ലേ സാറേ? അതിനുശേഷം ഞാൻ നോക്കിക്കോളാം. സാറേ, തോറ്റാൽ എന്റെ ജീവനല്ലേ പോകുന്നേ. അതിന് സാറിന് നഷ്ടമൊന്നുമില്ലല്ലോ. പക്ഷെ ജയിച്ചാലുണ്ടല്ലോ സാർ, എന്റെ GPS ഡീറ്റെയിൽസ്, എന്റെ ആളുകളുടെ എല്ലാ ഡീറ്റെയിൽസും സാറിന്റെ തന്നേക്കാം. സാറിന് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ട്രാക്ക് ചെയ്യാം. എന്നെ വിശ്വസിച്ച് ഒന്നതാ സാറേ. You are very stubborn person. സാറേ, ആ 3ാമത്തെ മാപ്പിനെ കുറിച്ച് സാറിന്റെ ഐഡിയ എന്താ? അവസാനമായി ആ താക്കോൽ അവരുടെ പോർക്കോളിന്റെ കയ്യിൽ കൊടുത്തതായിട്ട് ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ആ പോർക്കോൾ വംശം ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. ഈ മാപ്പിൽ കാണുന്ന സിമ്പല് ഒരുപക്ഷെ അവിടെ കാണാം. ബട്ട് ഐ ആം നോട്ട് ഷുവർ. വർമ്മ പുറപ്പെട്ട അതേ സമയം വർമ്മയുടെ ടീം കാട്ടിനുള്ളിലേക്ക് പോയി. ആനക്കാടിലേക്ക് പോവാൻ വേണ്ടി ഒരു ഗൈഡിനെ പിടിക്കുകയും ചെയ്തു. അവിടെ പോയി വർമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിരുന്നു പ്ലാൻ. ക്യാതറിൻ, ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഇല്ലാന്ന് പറഞ്ഞിട്ടും പിന്നെ നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? എന്റെ കോളേജ് പ്രൊജക്ട്സിന് ഒരുപാട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫ്സ് വേണമായിരുന്നു. അതെങ്ങാനും കിട്ടുകയാണെങ്കിൽ ഡിസ്കവറിയിൽ ജോലി കിട്ടും. സർ, ക്ഷമിക്കണം സർ, സാധനങ്ങളൊക്കെ എടുത്തു വന്നപ്പോൾ ലേറ്റായി. സാരല്ല ഏട്ടാ, വന്ന് വണ്ടി കയറി. ചേട്ടാ, നിങ്ങളൊന്ന് വണ്ടി ഓടിക്കോ? അതിനെന്താ, കയറിക്കോ. എന്നാ വിട്ടോ. വർമ്മ എന്തിനാ ഈ ടീം സെലക്ട് ചെയ്തേ? ഈ 4 പേർക്കും അങ്ങനെ എന്താണ് സ്പെഷ്യാലിറ്റി? ബലിയാടുകൾക്ക് എന്ത് സ്പെഷ്യാലിറ്റി? അവരുടെ അത്യാഗ്രഹം അവർ മുതലെടുത്താൽ വർമ്മയ്ക്ക് മനസ്സിലാവും ആ കാട് എങ്ങനെയെങ്കിലും പഴി വാങ്ങിക്കോളൂന്ന്.
മോനെ എന്റെ പിന്നാലെ തന്നെ വാ, ഒറ്റ തിരിഞ്ഞു പോലെ. എന്താടാ അകത്തോട്ട് പോകുന്നതിന് മുന്നേ തന്നെ പേടിപ്പിക്കുന്നത്? ഇതൊരു സാധാരണ കാടല്ലേ? അതെ, ഇതുപോലെ എത്ര കാട് കണ്ടിട്ടാ ഞാൻ ഇവിടെ വന്നേ. എടാ കൊച്ചനെ, ഇവിടെ ചില കാര്യങ്ങളൊക്കെ തമാശയായിട്ട് തോന്നുമെങ്കിലും എന്ത് എങ്ങനെ എപ്പോ വരുമെന്നൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ കാടൊന്നുമല്ല ഇത്. ഈ കാടിന്റെ മുക്കും മൂല അറിയാവുന്ന ഞാനാ പറയുന്നത്. വന്നേ ചേട്ടാ, അവൻ അങ്ങനെയാ. ഡാ മിണ്ടാതെ വരുന്നുണ്ട്. എല്ലാം അറിയാന്ന് വെച്ചാ അപ്പൊ നാഗമലയെ കുറിച്ച് അറിയാലേ? പിന്നെ എന്തോ പഠിക്കാൻ വേണ്ടിട്ട് വന്നതല്ലേ നിങ്ങള്? അപ്പൊ വന്ന പണി മാത്രം നോക്കിയാൽ മതി. നാഗമല അറിയാം, അവിടെ ചെന്നാൽ തിരിച്ച് ജീവനോട് വരാൻ പറ്റില്ല എന്നും എനിക്കറിയാം. നോക്കി വേട്ടോ. മൊട്ടത്തല തൊപ്പിത്തല. ഗൈസ് നമസ്കാരം. ഈ കാട് ഞാൻ എന്തിനാ തെരഞ്ഞെടുത്തെന്ന് വെച്ചാ എന്റെ മുടി കാട് പോലെ വളർന്നിരിക്കുന്നതിന്റെ ആ കാരണത്താൽ. ആരുടെ എടോ മൊട്ടെ, നീ എന്തിനാ ഈ കാട്ടി വന്ന് എന്നെ ശല്യം ചെയ്യുന്നേ? ഞാനെന്താ ചോദിക്കായിരുന്നേ? അത് പോട്ടെ, നിന്നെ കണ്ടിട്ടൊരു ഓഫീസറിനെ പോലെ ഉണ്ടല്ലോ. ആരോ മോനെ നീ? അത് ഞാനല്ലേ ചോദിച്ചേ, താൻ പറ. എന്റെ മോനെ കാണാനില്ല, അതുകൊണ്ടാ തേടി നടക്കുന്നത്. മോനെ കാണാൻ പോയാൽ സ്വന്തം നാട്ടി വേണ്ട അന്വേഷിക്കാൻ. നീ എന്തിനാ കാട്ടി വന്ന് തേടുന്നേ? ഈ കാട്ടിൽ വന്നപ്പോഴല്ലേ കാണാതെ പോയത്? ദിസ് ഫോറസ്റ്റിനകത്താ. ഹായ് ഗായ്സ്, ദിസ് മൊട്ട സൺ മിസ്സിംഗ് ഫോറസ്റ്റ് ജിൽ ജാങ് ഡെലിവറി. ഓക്കെ. അല്ല, നീ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനൊരു സസ്പെൻസ് കാര്യമായിട്ട് വന്നാ, പക്ഷെ ഞാൻ ആ സസ്പെൻസ് ആരുടെ പറയത്തില്ല. തന്റെ മോനെ കണ്ടുപിടിക്കണം അല്ലേ? വാടാമട്ടെ. അവിടെ നിൽക്ക്. എന്താ? അല്ല, സസ്പെൻസ് എന്ന് പറഞ്ഞില്ല, അതെന്താ അത്? നമ്മൾ ചത്തതിന് ശേഷം 6 മണി കുഴിച്ചെടുത്തില്ലേ, പിന്നെ അറിയാൻ പറ്റൂ. അത് തന്നെ. വാ മൊട്ടെ, നിന്റെ മോന്റെ ഹൈറ്റ് എത്രയാ? ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ ജയശങ്കറാ സംസാരിക്കുന്നത്. ഞാൻ അന്വേഷിച്ച് വന്ന സാധനം ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെല്ലാം നേരി കണ്ടിട്ട് ഞാനൊരു പാർട്ടി തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. എനിക്കാണ് എന്തോ പോലെ തോന്നുന്നു. നീ തന്നെ അങ്ങ് പറഞ്ഞു. ഞാനാണ് കുരങ്കുമാർ. എന്റെ മോനെ കാണാനില്ല, അതുകൊണ്ട് ഇവനോട് കാട് മൊത്തം ചുറ്റുന്നു. സത്യ പറയുന്നത്. ഞാൻ അന്വേഷിച്ച് വന്ന സാധനവും കണ്ടുപിടിക്കും, ഇയാളുടെ മോനെയും കണ്ടുപിടിക്കും. ഓക്കെ, ബൈ. Okay. These guys, I like these guys. ചേട്ടാ, ഈ നാഗമലയിൽ എന്താ ഇത്ര പ്രത്യേകത? അത് വേറൊന്നല്ല, അതിനുള്ളിൽ നിധി ഉണ്ടെന്നൊക്കെ എല്ലാരും പറയുന്നത്. അതെടുക്കാൻ വേണ്ടി പോയി കുറെ പേര് ചത്തും പോയിട്ടുണ്ട്. ഈ നാട്ടിൽ നിന്ന് അതെടുക്കാൻ വേണ്ടി പോയിട്ട് ഒരേ ഒരു ഗർഭിണി സ്ത്രീ മാത്രം തിരിച്ചു വന്നിട്ടുള്ളൂ. അവരാണെങ്കിൽ വന്നതിന് ശേഷം ആനയെ കണ്ടു, പുലിയെ കണ്ടെന്ന് പറഞ്ഞ് പിച്ചും പേയും വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. താഴെ നോക്കി നടക്കണേ. അല്ല, ഈ നാഗമലയിലെ ചേട്ടൻ പോയിട്ടുണ്ടോ? ഒരൊറ്റ പ്രാവശ്യം നാഗമലയുടെ അതിര് വരെ പോയിട്ടുണ്ട്. കോച്ച് പിടിച്ച പോലെ ആയിപ്പോയി. ചങ്കും കരലൊക്കെ കിടന്ന് നടുങ്ങായിരുന്നു. കാട് മൊത്തം രക്തത്തിന്റെ ഗന്ധമായിരുന്നു. ഞാനാണെങ്കിൽ ഭയന്ന് വരച്ച് എല്ലാം മതിയാക്കി ഇട്ടെറിഞ്ഞ് ഓടിപ്പോരായിരുന്നു. സൂക്ഷിച്ചോ, പതിയെ സൂക്ഷിച്ചു. പതുക്കെ പോടാ, പതുക്കെ. മുറുക്കെ പിടിച്ചോ. അതെ, ഇതിലൂടെ പോണ്ടത്. നിങ്ങൾ വെക്കും, ഞാൻ വന്നോളാം. എന്തോ ഒരു വശപ്പശകുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. അതെ, നമുക്ക് പോകേണ്ടത് ഈ വഴി കൂടെയാ. ചേട്ടാ, ഇതാ ശരിയായിട്ടുള്ള വഴി. അളിയാ, നമുക്കാണ് ഈ കാടിനെ കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ടല്ല അയാളെയും കൂട്ടി വന്ന്. അയാൾ പറയുന്ന പോലെ കേക്കടാ. ഡാ, ഞാൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി. എല്ലാം അറിയാവുന്ന പോലെ ചെല്ല്, അതുവഴി പൊയ്ക്കോ. വഴിക്കലുണ്ട്, നോക്കിപ്പോ. വഴി മാറിപ്പോയ വർമ്മയുടെ ടീം
കാടിനകത്ത് ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ഈ കാട്ടി വന്നിട്ട് നമ്മളങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ പറയുന്ന കുമാർ കേൾക്കുന്നുണ്ടോ? തന്റെ മോനെ അന്വേഷിച്ച് വന്നതൊക്കെ ഇത്രയും വലിയ കൊടുങ്കാട്ടി വന്നിട്ട് തനിക്ക് പേടിയൊന്നും തോന്നില്ലേ? ഒരു കാര്യം പറയട്ടെ മോനെ, ഈ കാട്ടിലുള്ള മൃഗങ്ങൾ എന്നെ കണ്ടാ പേടിക്കും. ഞാൻ വല്ല പുലി അങ്ങനെ കണ്ടാലോ? എന്നോട് വേണോ? പേടിയോ എനിക്കോ? അയ്യോ മോനെ, എടാ മോനെ, അയ്യോ മോനെ, നീ എവിടെ പോയടാ മോനെ? ഈ കൊടുങ്കാട്ടിൽ എന്നെ ഒറ്റയാക്കിട്ട് പോയടാ നീ. എടാ ഞാൻ പേടിച്ചു പോയി മോനെ. ഒരുപാട് മൃഗങ്ങൾ ഇങ്ങോട്ട് വന്നു മോനെ. ഒരു മൃഗം വന്നില്ല. എനിക്ക് ഒന്നിനു പോകാൻ തോന്നിയപ്പോ ആ ഗ്യാപ്പിൽ ഒരു ഫോൺ വന്നായിരുന്നു. അതിന്റെ റിംഗ്ടൂൺ ആകട്ടെ. പക്ഷെ ഞാൻ ഇതിനൊന്നും പേടിക്കൂല. എന്താ അങ്ങനെയൊന്നും പറയില്ല മോനെ. ഞാൻ എപ്പോഴും കൂടെ തന്നെ നിൽക്കാം. നിന്റെ പുറകെ തന്നെ വന്നോളാം ഞാൻ. എന്നാ കേട്ടോ, ഞാൻ എപ്പോ വിളിച്ചാലും എന്റെ കൂടെ വന്നോണം. സ്ട്രൈറ്റ് ടു സ്ട്രൈറ്റ് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ആ കോലടി നിർത്ത്. എന്നാ പറഞ്ഞ പോലെ വാ. നാഗപ്പഴം മരത്തിലേക്ക് കയറുവോ? എന്നാ വന്ന് കയറ്. ഓ ക്രേസി ക്രേസി ഗൈസ്, പ്ലാനിലൊരു ചേഞ്ച് ഉണ്ട്. കയ്യിൽ ബുക്കും ഉണ്ട്. മുരുകന് നാഗമലയിലേക്ക് പോകാനുള്ള വഴി അറിയാം. എങ്കിൽ പിന്നെ നമുക്ക് ആ കൂറ്റമരം കണ്ടുപിടിച്ചുകൂടെ? അപ്പോ വർമ്മയ്ക്ക് വേണ്ടി നമ്മളെന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? അളിയാടാ, അയാൾ ഇതെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ നമ്മളെ കൊന്നു കുഴിച്ചു മൂടും. ഡാ, ഈ നിധി കണ്ടുപിടിച്ചാൽ നമ്മളെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാര്. അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ GPS എല്ലാം ഓഫ് ചെയ്തിരിക്കും. ഇതൊക്കെ ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. എന്താ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ കയറി കളിക്കുന്നത്? ഒരുപാട് അപകടങ്ങൾ നടക്കുന്നു തോന്നുന്നു. ഐ ഡോണ്ട് ഫീൽ സേഫ്. നമ്മൾ കഷ്ടപ്പെട്ടെടുത്തിട്ട് അവന് കൊടുക്കുന്നത് എന്തിനാ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതെല്ലാം എടുക്കണമെന്ന്. നിങ്ങൾ എന്ത് പറയുന്നു? നോ. അതെ അതെ, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. അതുകൊണ്ട് എനിക്കെന്താ ലാഭം? നിങ്ങൾക്ക് എത്ര തരാമെന്നാണോ പറഞ്ഞത് അതിന്റെ 2 ഇരട്ടി തരാം. അതൊക്കെ നിൽക്കട്ടെ. പക്ഷെ പുസ്തകത്തിലുള്ള ക്ലോസ് ഒക്കെ വെച്ച് നമുക്ക് ആ നിധി എടുക്കാൻ പറ്റുമോ? അതെല്ലാം ഉറപ്പായിട്ടും എടുക്കാം. എനിക്കെന്തോ കിഷോർ പറയുന്നത് ശരിയെന്ന് തോന്നുന്നു. ഒരു കാരണവശാലും അയാൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റരുത്. എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്ക്. നമുക്ക് കളയാൻ സമയമില്ല. വാ പോവാം. എനിക്കിതിൽ ഇൻട്രസ്റ്റ് ഇല്ല. എങ്കിലും വരാം. ലെറ്റ്സ് ഗോ. കം. മുട്ടേ വാ, നിന്റെ വായ്നോട്ടം മതിയാക്ക്. നടക്ക. എടോ കുമാറേ, അവർ സംസാരിച്ചാ കേട്ടോ? നീ ആദ്യം മുതൽ അവസാനം വരെ നല്ലപോലെ കേട്ടോ മോനെ. ഇവനെ ഏതെങ്കിലും കുഴി തള്ളിയിട്ട് കൊല്ലുന്നത് നല്ലത്. അത് കുമാറേ, നിന്നോട് കാര്യം ചോദിച്ചാ പറയുവോ? ചോദിക്കുമോനെ. നീ ചോദിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്നോട്? എന്താ? എന്റെ വീട്ടിൽ ഞങ്ങൾ 4 പിള്ളേരാ.
അത് ശരി. ഞാനാണ് മൂത്തവൻ. ഓഹോ. ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരാൾ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. ഞാൻ എന്റെ 4ാമത്തെ അനിയനെ വിളിച്ചിട്ട് ഡേയ് നീ അവനെ ചുട്ട മറുപടിയും കൊടുത്തിട്ട് വാടാന്ന് പറഞ്ഞു. ആ പോയവൻ പിന്നെ വന്നില്ല മോനെ. സത്യവാടാ പറഞ്ഞേ. ഞാൻ 3ാമത്തെ അനിയനെ വിളിച്ചിട്ട് നീ അവന് ചുട്ട മറുപടി കൊടുത്തിട്ട് ആദ്യം പോയി അനിയനെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അവൻ ഒരു പോക്ക് അങ്ങ് പോയി. ഞാൻ 2ാമത്തെ അനിയനെ വിളിച്ചിട്ട് നീ ചോദിച്ചതിന് നല്ല ചുട്ട മറുപടിയും കൊടുത്തിട്ട് പോയ 2 പേരെ കൂട്ടി വരാൻ പറഞ്ഞു. ചുരുക്കം പറഞ്ഞ അവനും പോയി. എടാ മൊട്ടെ നിനക്കൂടെ പോകാറുന്നില്ലേ? ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ ആര് കൂട്ടിക്കൊണ്ടുവരാറുണ്ട്? എന്തുവാടേ ഇത്? നിന്റെ കുടുംബം തന്നെ ചോദ്യങ്ങൾക്ക് ബലിയിടാവുന്ന കുടുംബമാണല്ലോ. നീ പറഞ്ഞ കറക്റ്റാണ് മോനെ. ഒരേ ഒരു ചോദ്യത്തിന് എന്റെ കുടുംബം മൊത്തം ഇല്ലാതായി പോയി. അതുകൊണ്ട് ദയവായി എന്നോട് ചോദ്യം ഒന്നും ചോദിക്കല്ലേ മോനെ. ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല. ഇപ്പൊ അവര് സംസാരിച്ചോണ്ടിരുന്ന കണ്ടില്ലേ? അത് ഓർമ്മയുണ്ടോ തനിക്ക്? അയ്യോ ഞാനിപ്പോ ഫാമിലി മാറ്റർ പറഞ്ഞില്ലേ, അത് ഞാൻ മറന്നുപോയി മോനെ. ഈ കേസാ എനിക്കും വേണ്ടേ. വാ, വലിയ തലയുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ തലയ്ക്കകത്ത് എന്തെങ്കിലും ഇരിക്കണ്ടേ. നിങ്ങളെ മീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഫോട്ടോ എടുത്തേനെ. നിങ്ങളുടെ കൂടെ വന്ന അതൊരു ന്യൂ എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന് കരുതി. ട്രൂ. സോഫോർ എന്തായാലും നല്ല എക്സ്പീരിയൻസാ. അതെ, ഞാനൊന്ന് പോച്ചിട്ട് വരാം. എടാ, നിന്നെയൊക്കെ പറഞ്ഞു വിട്ടവനെ തന്നെ നീ പണിയാൻ പോവാ. അപ്പോഴാണ് എനിക്ക് പങ്കുതരാൻ പോകുന്നത്. ഞാൻ വഴി കാണിച്ചു തന്നിട്ട് നീയൊക്കെ നിധി എടുത്തു തന്നെ. രാമചന്ദ്ര ലീലി ലൂം സലല, രാമചന്ദ്ര ലീലി ലൂം സലല. എന്നെ പറ്റി പൊക്കി പറയാന്ന് പറഞ്ഞല്ലേ ക്യാമറ മേടിച്ച് പറയുന്ന. ഞാൻ ഇപ്പൊ തന്നെ പറയാൻ മോനെ. ഈ നടന്നു വരുന്ന ആരെന്നറിയാമോ? ഇങ്ങനെ വലിയ ഫോറിൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് പൊങ്ങച്ചമായിട്ട് നടക്കുക. ഉറങ്ങാൻ കിടന്നാൽ പോലും ഈ കണ്ണാടി മാറ്റൂല. ഈ കാട് എങ്ങനെയാണെന്ന് അറിയാമോ? ഭീകരമായ കാടാണ്. പകല് കണ്ടാൽ പോലും പേടിയാവും, രാത്രി വന്നാൽ അതിലും ഭീകരമാണ്. അതും പോട്ടെ, ഇവന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അതിലും ഭയങ്കര പേടിയായിരിക്കും. 3 മണിക്കൂറായി ഈ കാട് ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. ഓരോ സെക്കൻഡിലും ഹൃദയം തുക്ക് 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 തുക്ക്. എടാ കുമാരേ, ഇന്ന് രാത്രി നമ്മൾ ഇവിടെയാ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. കിടക്ക്. എന്താ കിടന്നുറങ്ങാൻ നോക്ക്. എടോ, എന്താ വല്ലാത്ത രീതി പറയുന്നത്? അതല്ല മോനെ, ഞാൻ കിടന്നുറങ്ങുമ്പോ കാലെടുത്ത് ദേഹത്ത് വെക്കും, അത്രേ ഉള്ളൂ. പിന്നെ അല്ല, ഉറക്കത്തിന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എനിക്ക് തന്നെ അറിഞ്ഞൂടാ മോനെ. ഓഹോ, അങ്ങനെയാണല്ലേ. അതെ മോനെ. ശരി, കിടക്ക്. ഇന്ന് രാത്രി ആരെങ്കിലും വരുമോ നമുക്ക് നോക്കാം. അതെ, എത്ര പ്രാവശ്യം ഓഫീസിൽ വന്ന് ചാൻസ് ചോദിച്ചിട്ടുണ്ട്, എന്നിട്ട് തന്നായിരുന്നോ? അവനെ പടം ഓടുന്നെന്ന് പറഞ്ഞ് ചുമ്മാ വെറുതെ വിടാൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്ക്, നമ്മുടെ 10 പിള്ളേരെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് പടം കാണാനകത്തേക്ക് ആരും അങ്ങോട്ട് പോകാൻ നോക്കണം. മനസ്സിലായല്ലോ? പടത്തിനല്ല നെഗറ്റീവ് റിവ്യൂ ഒക്കെ പറയടാ. ഞാൻ പറയുന്ന പോലെ ചെയ്യടാ. ഞാൻ ചോദിച്ചോട്ടെ, കൊളീഗ്സ് വാചകത്തിന് വായിക്കെട്ട് കുത്തെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എടമോട്ടെ, ഇതെന്ത് ന്യായമാ? അനുഭവ കഥ വെച്ച് സിനിമ ചെയ്യാൻ പോവാന്ന്. എന്തോന്ന് അനുഭവ കഥ വെച്ച് സിനിമ ചെയ്യാൻ പോവാണ്? അതെ കുമാറേ, അത് ശരിയല്ല. അവനെ നാക്ക് പിടിച്ചെടുത്തിട്ട് എനിക്ക് ചോദിക്കാറുണ്ട്. നീയാണോ ഞാനാണോ എനിക്കറിയണം. അല്ലാതെ ഇതെന്താ ക്യാമറ മാറിയിട്ട് കോബ്ര വന്നേക്കുന്നത്? നാഗരാജ, അടുത്ത വെള്ളിയാഴ്ച 100 പാലിന് ആ ഗൈഡ് ആനക്കാടിന് പകരം പുലിക്കാട്ടിലേക്കാണ് അവരെ കൂട്ടിക്കൊണ്ടുപോയത്. വാ, ഒന്ന് വേഗം നടക്ക്. സോറയും പറഞ്ഞ് നടക്കുക. അതെ, രാത്രിയാവുമ്പോ ഒന്ന് വേഗം വാ. ആനക്കാട്ടിലേക്കുള്ള വഴി ഇതാണെന്നാ തോന്നുന്നത്. നീ ഇതുവരെ വഴി പറഞ്ഞ തന്നെ ധാരാളം. ചേട്ടാ,
ഇനി എത്ര ദൂരം പോകണം ചേട്ടാ? നിങ്ങളൊന്ന് വേഗം നടന്നാൽ കുറച്ച് ദൂരം പോയാൽ മതി. ഒന്ന് വേഗം വാ. ഓടിക്കോ പുലി, പുലി ഓടിക്കോ, പുലി വരുന്നു. ഓടിക്കോ, ഓടിക്കോ, വേഗം വേഗോട്ടെ, ഓട്, ഓട്. ഇങ്ങോട്ട് വാ. പോയി അത്. എടാ ദേ നോക്കി ആന. എടാ ഓടിക്കോ. എടാ
വേഗം വേഗം. കിഷോർ എവിടെയാ? കിഷോർ, രമ്യ, ക്യാതറിൻ. രാം, രമ്യ, രാം. വർമ്മയുടെ ടീം ആനയുടെയും പുലിയുടെയും ഇടയിൽ കുടുങ്ങിക്കിടന്നപ്പോൾ ആ കാടിനെ അറിഞ്ഞ ഗൈഡ് ആ കൂറ്റൻ ഒറ്റമരത്തെ നോക്കിപ്പോയി. ഇവിടെ നിന്നെ വിഴുങ്ങിടും മരണ ശബ്ദം ഇത് കാതിൽ മുഴങ്ങിടും കഥയെന്തെന്നറിയാതെ പടവെട്ടി പൊരുതുവാൻ വാ 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 എതിരിട് വാ 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 കൊളയും നടുങ്കു പടകിൽ ചിതറും ഒരു കല മനസ്സ് പതറും കാൽകൾ ഇടറും നന്ദവനം ഇരുളുന്നു മനസ്സിന്റെ സമനില മറിയുന്നു വാതരകിട 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 വാ വാ മന്നൻ പാനിടുന്നു മണ്ണിൽ കുതറി വാ വാ ഒതുങ്ങി വാ ഒതുങ്ങി വാ ഒതുങ്ങി വാ കടും കോപം ഒതുക്കിട് ദാഹം തീർക്ക് നീ അടങ്ങിയടങ്ങി ഒതുങ്ങി ഒതുങ്ങി ഓടി വെളിയിൽ വാ മനസ്സിലോ നിങ്ങളുടെ ആശയും പേറിയോ ഇരുട് താണ്ടി പോകവേ പ്രേതവും നിൻ വഴി കാട് താണ്ടി വേട് താണ്ടി ഉയര് പോകും പ്രാണടി വീട് വളരെ ചെറിയ ഈ മലമുകളിൽ കടുത്ത ആശയുടെ മാമല കേറിടും കുറുക്കു വീഴുമേ നിൻ വഴിയിൽ ഉയരു നേരിടാൻ വഴിയുമില്ല കുളക്കടവിൽ വന്നാലും കഴിയുകില്ല പാതുകവും മണ്ണടിയിൽ കലരും വാണരുളും വനത്തിൽ രാജനിത നീ മറയുമോ ആശകൾ ഞൊടിയുടെ ഇടറിടും ഞൊടിയുടെ ചിതറിടും ഇവിടെ ലോകമൊരു മരണ മന്ത്രമായി ഉയരു കേഴുമീ മാമലയിൽ ജനനം മൺമറയും മരണം ഇന്നിവിടെ അടുത്തു വന്നുവോ നിൻ മരണം കഴുകൾ ചിറക് വിരിച്ചു വരവേ അടുക്കുകയായി മരണമുഖം നേര് കൊണ്ടുപോകും നിന്നെയോ ജീവശ്വാസം പോയി പോകും ഒതുങ്ങി വാ ഒതുങ്ങി വാ ഒതുങ്ങി വാ
വാട്ട് ഈസ് ദിസ് മാൻ? എലിഫന്റ് പ്രേതമായി മാറുന്നു, കഴുകൻ മനുഷ്യനായി മാറുന്നു, അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കഴുകനല്ല, പിന്നെ ഗരുഡനാ. ഗരുഡനോ? നിന്റെ മേഡത്തിനോട് ചോദിക്ക്, പറഞ്ഞു തരും. കൃഷ്ണനോട് ദ്വാരക എവിടെയാണുള്ളതെന്ന് ഗവൺമെന്റിന് മുൻപേ കടലിൽ ചാടി തേടുന്നവരാണ് നിന്റെ മാഡം. അവർക്ക് മഹാഭാരതം ആദിപർവത്തിൽ വരുന്ന ഗരുഡന് നാഗചരിത്രം അറിയാതിരിക്കുവോ? കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലെ സ്വർണ്ണനിധി പാതാള അറയിൽ ഇരിപ്പുണ്ടെന്ന് പുറത്തു കൊണ്ടുവന്ന ടീമിൽ ഒരാളാണ് നിന്റെ മാഡം. റഷ്യൻ ട്രഷർ ഹണ്ടർ റോമൻ കാട്കോയുടെ കൂടെ ചേർന്ന് നിങ്ങൾ നടത്തിയ ട്രഷർ ഹണ്ടർ ഗവൺമെന്റിന് ഭയങ്കര തലവേദനയായി. നേരും നിറവും ഒന്നും നോക്കാതെ ഇറങ്ങി അടിക്കുന്ന, എപ്പോഴും ഗവൺമെന്റിന് തലവേദനയാകുന്ന ആർക്കിയോളജിസ്റ്റ് നന്ദിത ബാലസിംഹം. So, you know about me. അഡ്വഞ്ചർ എഴുതുന്ന ആൾക്ക് അഡ്വഞ്ചറെ അറിയാതിരിക്കുവോ? ഇപ്പോഴും ഒരു അപകടം തേടിയല്ലേ വന്നിരിക്കുന്നേ? Carry on. സിതനെ, ഇതുവരെ നാഗരത്നങ്ങളെ സൂക്ഷിക്കുന്നത് ശിവനായിരിക്കുന്ന വിചാരിച്ച. പക്ഷേ ആ ആനയുടെ പേര് അശ്വത്ഥാമൻ എന്നാണ്. വീരഭദ്രനോടൊപ്പം നിൽക്കുന്ന ആന. രണ്ടുപേരുടെ ആത്മാവും ഒന്നായി ചേർന്ന് ഒരു മഹാശക്തിയായി മാറിയ നാഗമാണിക്യത്തെ സംരക്ഷിച്ചു വരികയാണ്. ശിവന്റെ അനുഗ്രഹം നേടിയവനാണ് വീരഭദ്രൻ. അപ്പോ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലേ? കഴിയും. നമ്മുടെ ആദ്യ മാതാവ് ഗരുഡമാത സൂര്യനെ ധ്യാനിച്ച് പകലാമുഖി യാഗം ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ശക്തി വന്നു ചേരും. എത്രയോ പേര് എടുക്കാൻ വന്നിരിക്കുന്നു, മരിച്ചു പോയിരിക്കുന്നു. ഇവനെ കൊണ്ട് എങ്ങനെ എടുക്കാൻ സാധിക്കും? സാധിക്കും. 1000 വർഷങ്ങൾ മൂടിക്കിടന്നതാ ശാപം മറനീക്കി ഉയർത്തെഴുന്നേൽക്കും. എന്ത് പറ്റി സിദ്ധാത്മാവേ? എപ്പോഴെല്ലാം നാഗവംശത്തിൽപ്പെട്ടൊരുവന്റെ പാദം കാട്ടിൽ സ്പർശിക്കുന്നുവോ അപ്പോഴെല്ലാം നാം ഉയർത്തെഴുന്നേൽക്കും. ആ മനുഷ്യനോടൊപ്പം ചേർന്ന് മാണിക്യങ്ങൾ സ്വന്തമാക്കും. അത് സ്വന്തമാക്കും വരെ കാത്തിരിക്കാം. 1000 വർഷങ്ങളായി ഗരുഡർക്കും നാഗർക്കും തമ്മിൽ ഈ യുദ്ധം. ആ മാണിക്യങ്ങൾ കൈക്കലാക്കും വരെ വിശ്രമമില്ല. ട്രാക്കിംഗ് ഡിവൈസ് എന്തിനാ ഓഫ് ചെയ്തേ? സിഗ്നൽ ഇല്ല. എന്താ സിഗ്നൽ ഇല്ല? GPS എന്തിനാടാ സിഗ്നല്? ചേട്ടാ, ഞങ്ങളുടെ കൂടെ വന്ന കുട്ടി മരിച്ചുപോയി. ആ കുട്ടിയുടെ കാര്യം അന്വേഷിക്കാതെ ഇവന് ശല്യം ചെയ്യുന്നല്ലോ. ആ കുട്ടി മാത്രമല്ല, ഇപ്പൊ നിങ്ങളുടെ കൂടെ വന്നിരുന്ന ഗൈഡും മരിച്ചു കാണും. ആ നിധി എടുക്കാൻ അത്രയ്ക്ക് എളുപ്പമാണെന്ന് വിചാരിച്ചോ? ഇതുവരെ ആ നിധി അന്വേഷിച്ചു പോയ ഒരുത്തനും ജീവനോടെ വന്നിട്ടില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ പറയുന്ന പോലെ കേട്ടാൽ നിനക്കൊക്കെ ജീവനോടെ തിരിച്ചു പോവാം. ഇനി ഒരു പ്രാവശ്യം കൂടെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചാ ഈ കാടിന്റെ അകത്ത് തന്നെയായിരിക്കും നിന്റെയൊക്കെ അന്ത്യം. സമയത്ത് ഡിന്നർ കഴിക്കാൻ പറ്റുന്നില്ല, നല്ലപോലെ ഒന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ്. മുട്ട എന്താ ഇങ്ങനെ നോക്കുന്നത്? അങ്ങനെയൊന്നും നോക്കാൻ പാടില്ല, എനിക്ക് വയറുവേദന എടുക്കും. എന്നാ ടേക്ക് യുവർ ബനാന. എന്താണ് എടോ, വിഷമാണോ പഴമല്ലോ? അതിനെന്താ കരയുന്നേ? അതുകൊണ്ടല്ല പോലെ എന്റെ മോന് വാഴപ്പഴം എന്ന് പറഞ്ഞ ജീവനായിരുന്നു. അവൻ ഇങ്ങനെ കയ്യിൽ വാങ്ങിയിട്ട് അത് സൂപ്പറായി ഉരിച്ച് ഇതുപോലെ വായിക്കാത്തോണ്ട് ഇങ്ങനെ കഴിക്കുമായിരുന്നു മോനെ. അത് കാണാൻ തന്നെ ചന്തമായിരുന്നു. ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ കരച്ചില് വരും മോനെ. ഇങ്ങനെ ഒരപ്പൻ അങ്ങനെ ഒരു മോനല്ലേ? അവനെ അങ്ങനെ കൈ കിട്ടി അവന്റെ ചെവിക്കുറ്റി അടിച്ച് പറിച്ചേനെ ഞാൻ. One more please മോനെ. എന്താ തന്റെ മോൻ ഇങ്ങനെ ചോദിച്ചു മേടിച്ചു തന്നോണ്ടിരിക്കുവോ? അവൻ ചോദിക്കും, കൊടുത്തില്ലേ പിടിച്ചു. അയ്യോ,
അതുപോലെ വേറെ സംഭവം. ഓണത്തിന് ഒരു കൊല പഴം അവന്റെ മുന്നിൽ വെച്ച് തിരിഞ്ഞിട്ട് നോക്കിയപ്പോ കൊല കാണാനില്ല. മോനെ മോനെ എവിടെ പോകുന്നു? എന്റെ കഥ തീർന്നില്ല. ഞാൻ കഴിക്കേണ്ടി വരും. എടാ മോനെ നിന്റെ കമ്പി എടുക്കാൻ പറഞ്ഞു. ജോലിയൊന്നുമില്ല, എടുത്തോണ്ട് വാ. എവന്റെ ഒരു കാര്യം, എന്റെ കഥ കേൾക്കാൻ പോലും സമയമില്ല. ഇവിടം കൊണ്ട് മാപ്പ് തീരുവാണല്ലോ. ഈ സിമ്പിൾ എല്ലാവരും ഒന്ന് അന്വേഷിച്ച് ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ആ നിധിയുള്ളടത്ത് നമുക്ക് എത്താൻ പറ്റൂ. ഇവിടെയുള്ള ഒരു മരം പോലും ഇടാതെ അന്വേഷിക്കേ. ഇതാണ് ഹലോ വർമ്മ. ഹലോ വർമ്മ. ഹലോ, കേൾക്കുന്നുണ്ടോ? വർമ്മ, can you hear me? ഹലോ സർ, കണക്ട് ആയി. വർമ്മ, നീ ആനക്കാട്ടി പോയോ? ആനക്കാടൊക്കെ കഴിഞ്ഞ് മാപ്പ് തീരുന്നിടത്ത് നിൽക്കുക. അത്രയും ദൂരം നീ പോയോ? സിമ്പലും കണ്ടല്ലോ. സിമ്പല് കണ്ടെന്നു? എവിടെ? ഏത് മരത്തില്? ഹലോ വർമ്മ. വർമ്മ, രമ്യ,
കരടി തൊപ്പിയും ബാഗും മാത്രം ഇവിടെ ഇട്ടിട്ട് പോയല്ലോ. വെള്ളം മാത്രം കുടിച്ചിട്ട് പോയേക്കുവാണല്ലോ. വരുന്നതിന് മുമ്പ് സ്ഥലം വിട്ടേക്കാം. ആരാ? എന്നാ കുമാർ, നിനക്കെങ്ങനെ അത് മനസ്സിലായി? അത് പുതിയ കഥയാ. ആരൊക്കെയാടാ മുട്ടയും തൊപ്പി? അവന്മാർക്ക് എന്താ ഇവിടെ ജോലി? അറിയില്ല അളിയാ, തുടക്കം മുതലേ ഉണ്ട്. എടോ, ഒരു വലിയ കാര്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നേക്കുന്നത്. കൂടെ നടന്ന് എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ഇനി യുവമാരെ അയച്ചത് ആ പ്രൊഫസറാണെങ്കിലോ? അയച്ചിട്ട് എടാ മോനെ, നിന്നെ എന്ത് കാണിച്ചാലും നീ പേടിക്കൂലല്ലേ? ഞാൻ പേടിക്കും. എപ്പോ? കണ്ണാടിയിൽ എന്റെ മുഖം കാണുമ്പോ. അത് വാസ്തവം തന്നെ. ഇന്ന് രാത്രി ഒന്ന് ഞാൻ കാണിക്കാം. നീ ഭയന്നു പോടാ. പഴം കിട്ടിയിട്ടുണ്ട്. ദാ വരുന്നു മോനെ. തോല് നിനക്ക്, പഴം എനിക്ക്. ദാ വരുന്നു മോനെ. ശ്രുതി, വർമ്മയുടെ GPS ഒന്ന് ട്രാക്ക് ചെയ്തേ. ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല പ്രൊഫസർ. കൂടെ പേരുടെ GPS ഓഫായിരിക്കുക. പലരുടെയും ജീവൻ അപഹരിച്ചതാണ്. ഇപ്പം നിങ്ങളുടെ കൂടെ വന്ന 3 പേരുടെയും ജീവൻ എടുത്തതിന് ശേഷവും ഇനിയും നിങ്ങളുടെ നിധിയെടുക്കാനുള്ള ആഗ്രഹം വിട്ടുപോയിട്ടില്ലല്ലേ? അല്ല, പലരുടെയും ജീവനെടുത്ത ഈ കാട് നിങ്ങളെ വെറുതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് അറിയാനുള്ള മോഹം ഇരിക്കട്ടെ. അതിനു മുമ്പായി നിങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കുന്ന നിധിയെക്കുറിച്ച് വാസ്തവം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്ന പാതയിലൂടെ പോകൂ, നടക്കൂ, തിരിഞ്ഞു പോകൂ. പോവാൻ പറഞ്ഞത് കേട്ടില്ലേ? തിരിഞ്ഞു നടക്കൂ. നിങ്ങൾ ആദ്യം തന്നെ ആ നിധി എടുക്കണമെന്ന് വിചാരിച്ചതേ തെറ്റാ. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ നിങ്ങളുടെ കൺമുന്നിൽ ഒരുപാട് അപകടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നിധിക്ക് മഹത്തായ ഒരു ചരിത്രമുണ്ട്. ഈ നിധിയുടെ ചരിത്രം കശ്യപ മഹർഷിയിൽ ആരംഭിക്കുന്നു. കശ്യപ മഹർഷി സൂര്യ, ആര്യ എന്നീ 2 സഹോദരിമാരെ, ലോകസുന്ദരികളെ വിവാഹം കഴിച്ചാൾ. അനുജത്തി ആര്യ കശ്യപ മഹർഷി കൊടുത്ത വരത്താൽ 1000 നാഗങ്ങളെ അവകാശികളായി മക്കളായി പ്രസവിച്ചു. അതുകൊണ്ട് വൈരാഗ്യവും കുശുമ്പും നിറഞ്ഞ ചേട്ടത്തി സൂര്യ നാഗങ്ങളെ കൊന്നൊടുക്കി വിജയിക്കുന്ന, ഇതിൽ ശക്തി ആർജിച്ച ഗരുഡന്മാരെ മക്കളായി പ്രസവിച്ചെടുത്തു. അന്ന് തുടങ്ങിയതാണ്
ജ്യേഷ്ഠത്തിമാരുടെ പോരാട്ടം. ആര്യയുടെ മക്കൾ തങ്ങളുടെ വീരത്താലും പ്രവൃത്തിയാലും പ്രപഞ്ചം കാക്കുന്ന നാഗങ്ങളായി മാറി. പ്രത്യേകിച്ച് ആര്യയുടെ രണ്ടാമത്തെ മകൻ വാസുകി ശിവഭഗവാന്റെ കഴുത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ നാഗമായി മാറി. ശിവഭഗവാൻ അവന്റെ സംരക്ഷണത്തെ പ്രശംസിച്ച് നാഗരത്നക്കല്ലുകൾ സമ്മാനമായി നൽകി. പഞ്ചഭൂതങ്ങളെയും അടക്കി ഈ പ്രപഞ്ചം ഭരിക്കാനുള്ള എല്ലാ ശക്തികളും നൽകുന്നതാണ് ആ നാഗരത്നക്കല്ലുകൾ. ആര്യയും നാഗങ്ങളും ആഹ്ലാദത്തിൽ ആഘോഷിക്കുന്നത് കണ്ട് സൂര്യയും ഗരുഡന്മാരും അസൂയ കൊണ്ട് മനം നൊന്തു. മൂത്തവൾ ഞാനാണ്, നാഗരത്നക്കല്ലുകൾ എനിക്കാണെന്ന് സൂര്യയും ഗരുഡന്മാരും ആഗ്രഹിക്കുന്നു. ഇരുവരുടെയും ശണ്ട മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. ഗരുഡന്മാർ രാക്ഷസന്മാരായി മാറി, നാഗങ്ങൾ വലിയ ശക്തിയുള്ള നാഗമനുഷ്യരായി മാറി. ഇരുവർക്കുമിടയിൽ രക്തപ്പുഴയൊഴുകാൻ തുടങ്ങി. നാഗങ്ങൾ ഈ അനീതിയെ എതിർത്ത് ശിവഭഗവാന്റെ കടാക്ഷത്തിനായി കാത്തുനിന്നു. ശിവഭഗവാനും നാഗങ്ങൾക്ക് ആദരവ് നൽകി ഗരുഡന്മാരെ ഒതുക്കി. എങ്കിലും ഗരുഡന്മാർ നാഗരത്നക്കല്ലുകൾ വീണ്ടെടുക്കുവാനുള്ള ശ്രമം തുടങ്ങി. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വിഷമത്തിലായ നാഗങ്ങൾ നാഗരത്നക്കല്ല് സംരക്ഷിക്കുവാൻ ഭൂലോകത്തിലൊരു മായാലോകം തന്നെ തീർക്കണമെന്ന് പ്രതിജ്ഞയെടുത്തു. അതിനായി അവർ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ കാട്. നാഗദേശമെന്ന മായാലോകം ഇവിടെ അങ്ങനെയാണ് ഉത്ഭവിച്ചത്. നാഗമനുഷ്യർ, വിചിത്രമായ പ്രാണികൾ, സഞ്ചരിക്കുന്ന മലകൾ, സംസാരിക്കുന്ന മരങ്ങൾ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത മായാലോകമാണ് ആ നാഗദേശം. ആ മായാലോകത്തിന്റെ നടുവിൽ നാഗദേവതകളുടെ സംരക്ഷണയിൽ ആ നാഗരക്തം വളരെ സുരക്ഷിതമായി അവിടെ ഇരിക്കുന്നു. ആരുടെ കണ്ണിലും പെടാതെ ആ നാഗദേശത്തിലേക്ക് പോകുവാനായി തുറക്കുവാനുള്ള മന്ത്രക്കോലാണ് ഈ ഈട്ടി. ആ ഈട്ടിയെയും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും നാഗങ്ങൾ അപ്പോൾ ഈ ദേശം ഭരിച്ചുകൊണ്ടിരുന്ന രാവണനെ മൂപ്പന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. തലമുറകളായി ഈ മണ്ണിലെ മക്കളെ ഒരു കണ്ണായും ആ മന്ത്ര ഈട്ടിയെ മറ്റൊരു കണ്ണായും സൂക്ഷിച്ചു പോന്നിരുന്നു ആ രാവണ വംശക്കാർ. ആ തലമുറയിലെ അവസാന രാജാവാണ് വീരപുത്രൻ. വീരപുത്രന്റെ ഭരണകാലത്താണ് വെള്ളക്കാരും ഫ്രഞ്ചുകാരും അറബികളേവരും തന്നെ ഇന്ത്യയിൽ പടയെടുത്ത് ഇവിടെയുള്ള കുട്ടികളെയെല്ലാം കൊന്നൊടുക്കിയിരുന്ന കാലം. നാഗരത്നക്കല്ലുകളെ പറ്റിയും ആ മന്ത്രയീട്ടിക്കോലിനെ പറ്റിയും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനാൽ തുടർന്ന് പലതരത്തിലുള്ള സംഘർഷങ്ങളും വീരപുത്രന് നേരിടേണ്ടി വന്നു. വെള്ളക്കാർ, നവാബുകാർ, ഫ്രഞ്ചുകാരെന്നിങ്ങനെ പല പ്രശസ്തി ആർജിച്ചവരെയും അടിച്ചോടിക്കേണ്ടി വന്നു വീരപുത്രന്. ആ മഹാവീരൻ വീരപുത്രന് സന്താനഭാഗ്യമില്ലാതെ പോയി. അവന്റെ പ്രിയപ്പെട്ട അശ്വത്ഥാത്മാവായിരുന്നു വീരപുത്രൻ സന്താനമായി കരുതിയത്. എല്ലാ യുദ്ധത്തിലും സഹായിയുമായിരുന്നു. വീരപുത്രന്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന വേങ്കടൻ അടുത്ത രാജാവായി മാറാനുള്ള ദുരാഗ്രഹത്താൽ വീരപുത്രനെ കൊല്ലുവാനായി ചതി ചെയ്തു. രാജാവേ, അങ്ങയോടൊരു കാര്യം പറയുവാനുണ്ട്. താങ്കൾക്കെന്തോ അപകടം വരാനിരിക്കുന്നു. തനിക്ക് ചുറ്റും അപകടങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കിയ വീരപുത്രൻ ഒരു വലിയ കാളിപൂജ നടത്തുകയുണ്ടായി. മായാലോകം തുറക്കുവാനുള്ള മന്ത്രക്കോലായ ഈട്ടിയും അതിന്റെ കുറിപ്പുകളും ആരുടെ കയ്യിലും പെടാതെ ഈ കാട്ടിലെവിടെയോ അത് ഒളിപ്പിച്ചു വെച്ചു. അതേ കാളിപൂജയിൽ വേങ്കടൻ പരിശുദ്ധമായ തീർത്ഥത്തിൽ വിഷം കലർത്തി വീരപുത്രനെ കൊന്നുകളഞ്ഞു.
വീരപുത്രനെ രക്ഷിക്കാൻ വന്ന അശ്വത്ഥാത്മാവിനെയും വേങ്കടൻ മൃഗീയമായി കൊന്നു. വീരപുത്രൻ എന്ന മഹാവീരനും ഈ ദേശവും രാവണവംശവും കുറേശ്ശെയായി മണ്ണടിയാൻ തുടങ്ങി. നാഗമലയിൽ കൂറ്റൻ ഒറ്റ മരത്തിനടുത്ത് നിധിയുള്ളതായി ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമുണ്ടായി. നിങ്ങളെപ്പോലെ അത്യാഗ്രഹം കൊണ്ട് കാടിനകത്ത് വന്ന് ജീവൻ കളഞ്ഞവർ ധാരാളമുണ്ട്. നിധി കിട്ടുമെന്ന് കരുതി ഈ നാഗമലക്കാട്ടിൽ ആര് എവിടെ കുഴിയെടുത്താലും അവർ മരണമടയുകയാണ്. കൊന്നൊടുക്കിയവർ വീരപുത്രനും അശ്വത്ഥാത്മാവും. അതെ, മരണമടഞ്ഞതിന് ശേഷവും ആത്മാവിൻ്റെ രൂപത്തിൽ ഈട്ടിയെയും ആ കുറുപ്പുകളെയും വീരപുത്രനും അശ്വത്ഥാത്മാവും പരിപാലിച്ചു വരുന്നു. ഏത് രൂപത്തിലേക്ക് മാറാനുള്ള മന്ത്രശക്തിയെയും അവർ സ്വീകരിച്ചു കഴിഞ്ഞു. അത്രയും സുരക്ഷിതമായ, ആരുടെ കണ്ണിലും പെടാതെ ആ മായാലോകത്തെ ദേവന്മാരുടെ ശക്തികളാൽ സംരക്ഷിച്ചു പോകുന്ന നാഗരത്നക്കല്ലുകളെ തേടിയാണ് ഒന്നും അറിയാത്ത നിങ്ങൾ വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ആ കൂറ്റനൊറ്റ മരം ഈ ഭൂലോകത്തിൽ എവിടെയുമില്ല. അതിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ആ മന്ത്ര ഈട്ടിയാണ് വേണ്ടത്. അത് എവിടെയാണുള്ളതെന്ന് ആർക്കും അറിയില്ല. ഈ നിധിയുടെ ചരിത്രം കശ്യപ മഹർഷിയിലാണ് തുടങ്ങുന്നത്. മനുഷ്യരുടെ ദുരാഗ്രഹത്തിൽ അവസാനിക്കുന്നു. ഭൂലോകം മാത്രമല്ല, പരലോകവും തേടുന്ന ശക്തിയുള്ള നിധി. ധൈര്യവും ബലവും ജനങ്ങൾക്ക് നല്ലതുപോലെ പകർന്നു കൊടുക്കാൻ നല്ല മനസ്സുള്ള ഒരു നാഗദേശത്തുകാരന് മാത്രമേ ആ നിധി കിട്ടണം. അതുവരെ താൻ തന്നെ ആ നിധി കാത്തു സൂക്ഷിക്കണമെന്ന് കരുതി വീരഭദ്രൻ തീരുമാനിച്ചുറപ്പിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് ദയവ് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങൂ. ആശാനെ, ഞങ്ങൾ ഇതുപോലെ ഒരുപാട് കഥകൾ കേട്ടിട്ട് അങ്ങോട്ട് വന്നേ. ആരോ പറഞ്ഞ കെട്ടുകഥകളല്ല ഞാൻ പറയുന്നത്. എൻ്റെ പൂർവികർ നേരിട്ട അനുഭവങ്ങളാണ്. എനിക്കല്ലാതെ വേറെ ആർക്കും ഇത് പറയാനുള്ള ധൈര്യവുമില്ല. കാരണം ഞാൻ വീരഭദ്രന്റെ പൊർക്കോള വംശത്തിൽ പിറന്നവൻ. ആ പോർക്കോൾ വംശം ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾക്കൊക്കെ ചരിത്രം വളരെ തമാശയായി തോന്നും. കാരണം ചൂട് രക്തമല്ലേ, അതുകൊണ്ട് അത്യാഗ്രഹം മൂത്ത് പേടിയില്ലാതായിരിക്കുകയല്ലേ. അതെ, എനിക്കൊരു ചരിത്രം അറിയാം, പറയട്ടെ. വീരഭദ്രൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അയാൾക്ക് വളരെ അടുത്ത ഒരു പൊർക്കോളനുണ്ടായിരുന്നു. ആ രാജാവ് നാഗരത്നങ്ങളുള്ള സ്ഥലം ആ പൊർക്കോളനെ പറഞ്ഞു കേൾപ്പിച്ചു. ആ പൊർക്കോളനും പൊർക്കോളൻ്റെ വംശവും പാരമ്പര്യമായിട്ട് സൂക്ഷിച്ചു വന്നു. ആ രത്നങ്ങൾ എവിടെയുണ്ട്, എങ്ങനെ എടുക്കണം, എല്ലാ കാര്യങ്ങളും അയ്യോ
നിന്റെ മോന്റെ അടയാളങ്ങളൊക്കെ പറ. യൂട്യൂബിലിട്ടിട്ട് അവനെ കണ്ടുപിടിച്ചേക്കാം. എന്ത് പറയുന്നു? ഇത് വെച്ച് നമുക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കില്ലയോ? എന്റെ ചാനൽ കുറച്ച് വ്യൂവേഴ്സ് കൂടും. എടാ മോനെ, നിനക്കൊരു നാണവും മാനവും ഇല്ലടാ. എന്താ? അടുത്തവന്റെ കാര്യം കുറ്റം പറഞ്ഞ് കാറ് വരെ വാങ്ങിച്ചില്ലടാ. നിനക്ക് മാന അഭിമാനം ഒന്നുമില്ലല്ലോടാ. ഇങ്ങനെ ജീവിക്കണേ തൂങ്ങിച്ചത്തുരടാ. എന്റെ മോനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചതാടാ. എന്റെ മോനെ കണ്ടുപിടിക്കാൻ നിന്ന് എന്റെ കാര്യങ്ങളെല്ലാം നടക്കാതാവില്ല. എടാ മോട്ടെ, അവന്റെ ഫോട്ടോ എല്ലാം കയ്യിലുണ്ടെത്താ. ഇപ്പൊ തന്നെ അവനെ കണ്ടുപിടിച്ചേരാ. ഫോട്ടോ ഉണ്ടോ? എടുക്ക്. എന്നാ ഉറച്ചോണ്ടിരിക്കുന്നേ? ഇത് നോക്കു മോനെ, ഇതാണ് എന്റെ മോൻ. എങ്ങനെയുണ്ട് കാണാൻ? എടാ മോട്ടെ, ഇത് എന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണോ? ഇതെന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഒന്നുമല്ല, ഇത് എന്റെ മോനാണ്. കൊരങ്ങിന്റെ ഫോട്ടോ കാണിച്ചിട്ട് തന്റെ മോനാണെന്ന് പറയുന്നല്ലേ? അത് കുരങ്ങനല്ല മോനെ, ഇത് എന്റെ സ്വന്തം മോനാണ് മോനെ. എനിക്കവരെ കിട്ടിയേ പറ്റൂ മോനെ. പ്ലീസ് മോനെ, എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചതാ മോനെ. മോനെ മോനെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതുപോലെ എന്തെങ്കിലും കാണുന്നു. നിന്റെ മകനെ കണ്ടുപിടിക്കും. അത് വേണം മോനെ. ഒരേ ഒരു പഴം മാത്രം മതി. കാപ്പിന് ഓടിക്കാതെ ഇത്രയും വലിയ ബുദ്ധി ഉണ്ടായിരുന്നോ? എന്താടാ നോക്കുന്നേ? കല്ലെടുത്ത് തലക്കടിക്കാനുള്ള പ്ലാനാ? പോടാ, നീയും പോടാ, മാപ്പോടൊക്കെ. ഈ പെരിയളയോടെയാണല്ലോ കൂടിയത്. മോനെ, നാഗപ്പഴം തിന്നാ ഷുഗറിന് നല്ലതാണ്. അതാ തൊലി പോലും കളയാതെ വലിച്ചു കയറ്റിയതല്ലേ? ആര് തിന്നു ആര് തുപ്പി ഇതൊക്കെ നോക്കുന്നതാണ് എന്റെ ജോലി. നോക്കിയില്ലെങ്കിൽ മൊത്തത്തിൽ വിഴുങ്ങും നമ്മൾ. എന്റെ വലിയ വായല്ലേ, ഫോൺ അടിക്കുന്നു, എടുക്ക്. എടോ, ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് 7 മണിക്കൂറായിട്ടോ. അയ്യോ, ഫോണിലിടാൻ മോട്ടെ, തന്റെ ഫാനാ. അങ്ങോട്ട് നോക്ക്. ഒച്ച വെക്കാതോ, മിണ്ടാതിരി. അതെ അതെ. എടോ, ഈ കാട്ടി വന്ന് പെട്ടത് വലിയ അപകടമായല്ലോ. ഈ പുലി നമ്മളെ രണ്ടുപേരും കണ്ടെങ്കിൽ കാട ഫ്രൈയും കരടി ഫ്രൈയും പോലെ ആയി പോവും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ്. എന്ത് പറയുന്നു? എടോ, ജീവനാണോ വലുത്, കൊരാണോ വലുത്? നിധി പോലും വേണ്ടെന്ന് പറഞ്ഞു പോവാ. എടോ, മിണ്ടായിരിക്കടോ. നിന്റെ തല കിട്ടിയാൽ പുലിക്ക് ജോലി കുറവാ. പുലി നിന്റെ തല ചപ്പി ചപ്പി തിന്നും, അറിയോ എനിക്ക്? അതെ, പോ നമുക്ക്. പുലി കാണുന്നതിന് മുമ്പ് രക്ഷപ്പെടാം. അങ്ങനെ അങ്ങനെ വാ, അങ്ങനെ പതുക്കോ. അയ്യോ, കണ്ടോ എന്നാ വലിയ സൈസാ. പെട്ടെന്ന് കിഷോർ, കിഷോർ, കിഷോർ. കിഷോർ, റാം.
പിന്നെന്താ ഉണ്ടായത്? അറിയില്ല. വർമ്മ ഫോറസ്റ്റ് ബോർഡറിൽ കോമ സ്റ്റേജിലാണ് കിടന്നേ. ഞാൻ ഒരു ഹോംവർക്കും ചെയ്യാതെയാണ് നിങ്ങളെ കാണാൻ വന്നതെന്ന് വിചാരിച്ചോ? അവൻ നിങ്ങളുടെ അടുക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യു നോട്ട് ഇറ്റ് ഓൺ എവറിത്തിങ്. വർമ്മ നിങ്ങളുടെ കയ്യിലൊരു മാപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതെവിടെ? അതെന്തിനാ മറച്ചു പിടിക്കുന്നത്? നിനക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടിയില്ലേ? ആ കാട്ടിനുള്ളിൽ പോകരുതെന്ന് പറഞ്ഞാലും നീ കേക്കില്ല. യു ക്യാൻ ഗോ, ജസ്റ്റ് ലീവ് മീ. എന്തിനാ പേടിക്കുന്നത്? ഹൂസ് ബിഹൈൻഡ് ഓൾ ദിസ്? ദ ഗവൺമെന്റ് ഓർ കോർപ്പറേറ്റ്? രണ്ടും വെവ്വേറെയാണോ? ഞാൻ എഴുതരുതെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു, പക്ഷേ ഞാൻ നിർത്തിയതിന്റെ കാരണം വേറെയാ. എന്താ, കാശാണോ? ഞാൻ എത്ര റിച്ചാന്ന് നിനക്കറിയില്ലേ? സർ, കാശുള്ളവർ കയ്യിലുള്ള പണം പോരാന്ന് പറഞ്ഞിട്ടിരിക്കുന്നവരാ. ദാറ്റ്സ് വൈ ദേ ആർ റിച്ച്. നോ മോർ ജഡ്ജ് മൈ ലോയൽറ്റി. ആരും നിങ്ങളെ എഴുതരുതെന്നും പറഞ്ഞ് വിലക്കിയിരിക്കുക. നിങ്ങൾ അത് കേട്ടിട്ടുണ്ട്. അതിന് പകരം എന്താ വാങ്ങിച്ചെന്ന്? നാഗദേശത്തിനും നാഗങ്ങൾക്കും ഞങ്ങൾ എത്ര വിശ്വസ്തരായവരാണെന്ന് നിനക്കറിയില്ല. അപ്പൊ എന്തുകൊണ്ട് എഴുതിയില്ല? എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്തില്ല? I can't tell you the reason. I guess get your silent. ലാസ്റ്റ് 30 years ആയിട്ട് ഒരു ബുക്കും പബ്ലിഷ് ചെയ്തിട്ടില്ല. വലിയതായിട്ട് കാശ് ഉണ്ടാക്കിയിട്ടില്ല. ഇതുപോലെ ഒരു ബംഗ്ലാവിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു. നിങ്ങളുടെ മോള് പോലും നിങ്ങളെ കാണാൻ വരുന്നില്ല. എന്തുകൊണ്ടാ? ഞാനെന്താ ഒറ്റയ്ക്കിരിക്കുന്നെന്ന് നിനക്കറിയണം? ഞാനെന്താ നിന്നിൽ നിന്ന് ഒളിക്കുന്നതെന്ന്? Come with me. വാ, വരാൻ പറഞ്ഞില്ലേ? നാഗദേശത്തിന്റെ മായാലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ, നാഗങ്ങളുടെ ഇടയിൽ ഈട്ടിത്താക്കോലെടുക്കുവാൻ നന്ദിവർമ്മൻ അത് തേടിയലഞ്ഞു.
ഒരു വിചിത്രമായ സ്ഥലത്തെത്തി. എങ്ങനെയാണ് അവിടെ പോയതെന്ന് ഇന്നും മനസ്സിലാവാത്തൊരു മർമ്മമായി മാറിയിരിക്കുകയാണ്. ഏതോ നാഗമരമെന്നാ പറഞ്ഞു. ഗരുഡന്മാര് വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. നന്ദിവർമ്മ, നീ നാഗവംശത്തിന്റെ ആളാണ്. നാഗദേശത്തിൽ പ്രവേശിക്കുവാൻ താക്കോലെടുക്ക്. നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ അവിടെയുള്ള ജീവിതമാണ് കനവ്. ഭയം വേണ്ട. ഒരുപാട് വട്ടം ആപത്തിൽ നിന്നും രക്ഷിച്ചു. ഇത്തവണയും രക്ഷിക്കും. ഇത് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള സമയം. കുഴിച്ചെടുക്ക. അത് ശരി. ഇവിടെയുള്ള നാഗമാണിക്യങ്ങളൊക്കെ എനിക്ക് മാത്രമുള്ളതാണ്. അത് സാധാരണ നാഗമാണിക്യമല്ല. അത് സ്വന്തമാക്കാനുള്ള കുറിപ്പുകളാണ്.
ഞങ്ങളുടെ ആത്മാവ് സ്വീകരിച്ച് നീയെങ്കിലും രക്ഷപ്പെട്. നമ്മുടെ യുദ്ധം പൂർത്തിയാവാൻ നീയെങ്കിലും ജീവനോടെ ശേഷിക്കണം. നീ ഉടനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ആയിരം സർപ്പങ്ങളെ ഭക്ഷിച്ചിട്ടും ഒരിക്കലും വിശപ്പടങ്ങാത്ത ഗരുഡന്റെ രുദ്രതാണ്ഡവം തുടരും. പറവയിനങ്ങൾക്ക് സർവനാശം സംഭവിക്കും. കാളി എന്നർത്ഥനം നടക്കും.
നമ നമ ശിവ മശിവയ വയ നമ ശിവയ കാൽക്കൽ ഞാൻ വീണേ പാദങ്ങൾ തൊഴുതേ കാൽക്കൽ ഞാൻ വീണേ പാദങ്ങൾ തൊഴുതേ ഖേദങ്ങൾ ചൊല്ലി ശിവപാദം തൊഴുതേ കാൽക്കൽ ഞാൻ വീണേ പാദങ്ങൾ തൊഴുതേ ഖേദങ്ങൾ ചൊല്ലി ശിവപാദം തൊഴുതേ ശിവപാദം തൊഴുതേ ശിവപാദം തൊഴുതേ ഉലകം കരങ്ങളിൽ സ്വർഗം ഇവിടെ തരുമവൻ എത്തിക്കണ്ണോ തുറന്നിടുമാതവൻ തിങ്കൾ കലയും ജടയിൽ കൂട്ടൻ മലയായി പിറന്നവൻ നിത്യം നവയൗവനം ശാന്തിയോ ചുറ്റും ഉലകം കരങ്ങളിൽ സ്വർഗം ഇവിടെ തരുമവൻ എത്തിക്കണ്ണോ തുറന്നിടുമാതവൻ തിങ്കൾ കലയും ജടയിൽ കൂട്ടൻ മലയായി പിറന്നവൻ നിത്യം നവയൗവനം ശാന്തിയോ ശിവനാമം ചൊല്ലുമ്പോൾ ശാന്തിയോ വിശപ്പിന്റെ വിളി കേട്ടാൽ അനുഗ്രഹം അടങ്ങാത്ത മോഹത്താൽ വന്നുവോ കോപത്താൽ തൃക്കണ്ണ് തുറക്കുമോ ഇടറുന്ന മനസ്സിന് ശാന്തിനി ശിവരൂപം മനസ്സാകെ മാറ്റിടും പരിരാഗം എഴയുന്ന കണ്ടവും മരണത്തിൽ കരകേറ്റും വിശ്വമേ അടക്കി അടക്കി ഒടുക്കുമെന്ന രൗദ്രശക്തി ഞാനടാ അഗ്നി കൊണ്ട് എരിയും ഇന്നു രൗദ്ര നിന്നു ഞാനടാ ശൈലതാണ്ഡവം നരഹര ശിവകോപം ഞാനടാ ഇഷ്ടവരാ